ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാളോസിന്റെ ഒരു പുതിയ വീഡിയോ അയ്യോ ഇവിടെ പിറ്റ് കേസായിരുന്നു കേട്ടോ. എല്ലാത്തിനെയും കൂടെ ഒന്ന് പിടിച്ച് സെറ്റാക്കി നിർത്തുന്നപ്പോഴും ചേട്ടായി കുസ്തിയാണ്. ഉണ്ടല്ലേ ബാബു, ഉണ്ടല്ലേ ബാബു. എന്നാ അതെന്തറിയോ, ഞാൻ പറഞ്ഞു ഒരു ഇൻട്രോ എടുത്ത് കഴിഞ്ഞിട്ട് കളിച്ചോ പാപ്പും മോളൂടെ എന്ന് പറഞ്ഞു. അതിനാ ഈ സാഗരം കൊണ്ട് കളിച്ചോളാൻ പോകുന്നു. കൊച്ചു സാഗരം പറഞ്ഞു കഴിഞ്ഞു കളിച്ചു. പറഞ്ഞ വാക്കിന് വ്യവസ്ഥ ഞാൻ മുമ്പേ പറഞ്ഞു. ക്ഷത്രിയ വംശജൻ എന്തോ പോലെ അതൊരു ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഒരു ഇൻട്രോ എടുത്തിട്ട് പൊക്കോ, ഒരു സ്വാഗതം പറഞ്ഞു പൊക്കോളം കൊണ്ടു. സ്വാഗതം പറഞ്ഞു അവള് പാപ്പുനെ സ്വാഗതം പറയുമ്പോ വെപ്രോളം പറയണേ ഇവിടെ പൊളിച്ചടിക്കൊണ്ടിരിക്കട്ടെ. ഇതിപ്പോ എല്ലാ വീഡിയോ കുറെ കഴിഞ്ഞിട്ടാ ഇപ്പൊ നമ്മള് ഇൻട്രോ എടുക്കാനായിട്ട് വന്നിട്ടില്ല. അതെ 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 കുറെ നാളായില്ലേ എല്ലാത്തിനും കണ്ടിട്ട് അല്ലേ. നിങ്ങളാണെങ്കിലും ഇവരാണെങ്കിലും വേണമെങ്കിൽ ചിലപ്പോ അവര് തന്നെ എടുക്കും, ഞാൻ തന്നെ എടുക്കും. അങ്ങനെ എല്ലാത്തിനും കിട്ടുന്നില്ലേ. എന്നാ മേളാങ്കത്തിന് മുമ്പിലുണ്ട് കേട്ടോ പാപ്പുന്റെ കൂടെ. എന്നെ മേളാങ്കത്തിനുണ്ട്. ഉത്സവം തുടങ്ങാറായി. പോണ്ട അതിനാണ് ഉത്സവം. മീമിയെ കാണാൻ ഭയങ്കര ഒരു മീമിയെ കാണാൻ പോയതിന്റെ കഥ കേട്ടിട്ട് ഇപ്പൊ മീമിയെ പാപ്പു കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചേ ഇല്ലെന്ന് ഞങ്ങള് പറഞ്ഞു കേട്ടോ. പൊന്നുപ്പ കണ്ടില്ലെന്ന് കാലെല്ലാം പറ്റിയതായിരുന്നു മനയുടെ. അത് എന്നിട്ട് വലിയ കാര്യമായിട്ട് ആലോചിക്കുക. ചെരിപ്പിട്ട് പൊട്ടിയതായിരുന്നു. ഇതിന്റെ പാപ്പുവിന്റെ ചെവിയെ പിടിച്ച് നോക്കുന്നു. ഓണടിക്കുക കേട്ടോ. അതെ, ഒന്നാമത് ഒരു ചെവി പോയി. അതെ അതെ പാപ്പുന്റെ മണ്ണ കഴിയത്തില്ല. അപ്പൊ ഒരുപാട് സ്വാഗതം. അതെ അപ്പൊ നേരെ വീഡിയോ ഇട്ടു ഒരു രൂപ എങ്ങാണ്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കയ്യിലെടുത്ത് ചുരുട്ടി പിടിച്ചിട്ട് കയ്യിലെന്താ കൊച്ചിൻ്റെ കയ്യിൽ ഏത് കയ്യിലാന്ന് അമ്മ പറയട്ടെ. ഇല്ലേ തടി ഇവിടെ എൻ്റെ കാശി ഇവിടെ കാശി ഇവിടെ താടി ഏത് കാശി ഇവിടെ കയ്യിൽ വേണ്ട. ഈ കയ്യിൽ കാണിച്ച് നോക്കട്ടെ. ഇല്ലേ തരൂല്ല. പ്ലീസ് പ്ലീസ്. അയ്യോ അവിടെ പാപ്പുണ്ടെ തോത്തരം ഉണ്ടെന്ന്. എന്നാ കൊടുക്ക് കൊച്ചിന്, കൊടുക്കേട്ടായി കൊച്ചിന് കൊടുക്ക്. എന്നാ ക്യാമറയ്ക്ക് അതോട് സംസാരിച്ചപ്പോ കാറിക്കൊണ്ടുകൂടി. എന്നാ പാപ്പുന്റെ അടുത്ത് അല്ലേ എന്നാ തരും. എന്റെ അമ്മയെ പാപ്പു തൂത്തരം കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ അയ്യോ പാപ്പു ആണ് ചൂത്തരം കൊണ്ടുവന്നേക്കുന്നത്. പാപ്പു ആണ് ചൂത്തരം. പോക്കറ്റി ഉണ്ടോ നോക്കി, ചൂത്തരം മുട്ടായി ഉണ്ടോ നോക്കി. വിളച്ചിട്ട് രാജാവുള്ളൂ കേട്ടോ. മുട്ടായി അല്ല, അരി സാധനങ്ങളോ പാപ്പു മേടിച്ചോണ്ട് വന്നേക്കുന്നത്. അയ്യോ കൊച്ചിന്റെ കുപ്പിലെ പാലല്ലേ. ആ കുപ്പിക്കണ്ടോ പുതിയ കുപ്പി മേടിച്ചു പാപ്പു. വലിയ മണ്ണ ഇനിയും കുപ്പിക്കകത്ത് കുടിച്ചോണ്ട് നടക്കുക. നാണമില്ല. അയ്യോ താട്ട് വേണം കല്ലേ പൊന്നെ. ആ കുപ്പിക്കകത്ത് കുടിക്കാൻ പാപ്പി. എന്റെ മുടിയെല്ലാം വലിച്ചു കുറച്ച് എന്നെ ഒരുക്കിയതാ ഞാൻ. എന്നിട്ട് അവസാനം പിണങ്ങി വന്നു കേട്ടോ. അതിപ്പോ കാണിക്കാൻ ചോറ് തിന്നുവോ? ഇത് മാറ്റി ചോറുണ്ട് കഴിഞ്ഞിട്ടാണേ. ചോറിനിട്ട് പൊട്ടിച്ചാൽ മതി. ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇത് എത്രയാണോ ചോറുണ്ടിട്ടില്ല. ആദ്യം കൊണ്ട് കാണിക്കും. എന്നാ സ്നേഹം, എന്ത് സ്നേഹം ദൈവമേ. ഉടായിപ്പ ജാനി
അതിലും വലിയ രസം കേട്ടോ. രണ്ടുപേരും ഒരുങ്ങി അവസാനം തല്ലിലേക്ക് കലാശിച്ചു. അപ്പൊ റൂമിൽ വന്നിട്ട് വിച്ചുവിന്റെ അടുത്താണേ, അച്ചു ചിന്നമ്മയുടെ വേണമെങ്കിൽ വാ ഇന്നമ്മ വീട്ടിൽ പോവാന്ന്. എന്റെ തലയെല്ലാം വലിച്ചു പറിച്ചു ചീപ്പ് തരാൻ പറഞ്ഞു. ഞാൻ ചീപ്പാമ്മ കുളിച്ച് കെട്ടേണ്ടത് വീരണ്ട അതിന് പിന്നെ തന്നെ വലിച്ചു പറിച്ച് എല്ലാം കാണിച്ചിട്ട് എന്നെ എന്റെ മുറി കൊണ്ട് കയറ്റിട്ട് കഥ എന്നിട്ട് പരാതി പറഞ്ഞു വന്ന് പാപ്പുവിന്റെ പുറകെ ഓടിപ്പോയി. ആ മുട്ടായി കയ്യിൽ നിന്ന് താഴെ പോയി. എന്നോട് കപ്പത്തുടുപ്പ് മേടിച്ചോണ്ട് പോയി. കണ്ടോ എത്ര കൃത്യമായിട്ട് എടുക്കാം അറിയേ. മടിയും കൊണ്ട് തന്ന്. അയ്യോ പല്ലിന് എവിടെ മുമ്പേ വേദന എന്ന് പറഞ്ഞേ. ഉള്ള മുട്ടായി മൊത്തം തിന്നു ഒരുക്കാനോ. എന്നാ പോയി ഇച്ചിരി എടുത്തോരു ശകലം. എന്നാ പപ്പുമ്പോളം കാണിക്കുന്നത് ഇത് ഒരുക്കാനാട്ടോ. ഒരുക്കലാണ് ഇവിടെ ഭയങ്കര. നോക്കാം. ഓ വയറിനെ സുന്ദരിയാക്കാനുണ്ടോ പപ്പാടെ വയറിനെ. എൻ്റെ പൊന്ന് തമ്പുരാനെ കാണിച്ചു വെച്ചൊക്കെ നോക്ക്. ചെവി വേദന, മുഖവേദന, പല്ലുവേദന ഇങ്ങനെ കിടന്നു കൊടുക്കുക. ഏതെങ്കിലും മനുഷ്യർ കിടന്നു കൊടുക്കും. ഇത് കാണിച്ചു വെച്ചേക്കുന്ന കൂത്തുകളി നോക്ക്. അരട്ടിൻ്റെ പൗഡർ. ദൈവമേ മൂക്കിലൊക്കെ പോയാൽ ശ്വാസം മുട്ടത്തില്ല പാപ്പൂന്. സ്പെഷ്യൽ എന്നാന്ന് കണ്ടോ? സാലഡ്, കുക്കമ്പർ, സവോള, ക്യാപ്സിക്കം ഇതൊക്കെയാണ് ഞാൻ തിന്നുന്നതെന്ന് മക്കളൊന്നും അറിയട്ടെ. പപ്പടം, ചിക്കൻ അവൾ വറക്കാനായിട്ട് ഇട്ടേക്കുന്നു. ഇച്ചിരി കൂടെ മൂക്കണം. പിന്നെ മത്തി കറിയുണ്ട്, മത്തി വറുത്തതുണ്ട്, പിന്നെ മാങ്ങാച്ചാറുണ്ട്. തോരൻ ഇന്നൊന്നും വെച്ചില്ല. എന്നാന്നോ എനിക്കൊരു വഴിയുടെ പോണമായതുകൊണ്ട് ഞാൻ പോയിട്ട് ഇപ്പം ഇനി വന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും അവൾ ചിക്കനൊക്കെ റെഡിയാക്കി പുരട്ടിയൊക്കെ വെച്ചു, കഴുകിയൊക്കെ വെച്ചു. ഇത് മതിയല്ലോ. ഇവർക്ക് ചിക്കനോ മീനോ ഉണ്ടെങ്കിൽ പിന്നെ തോരൻ വേണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. എല്ലാവരുടെയും പാത്രത്തിൽ അവൾ നോക്കൂ. അതേപോണക്ക് എല്ലാ സാധനവും വേണം. തിന്നുവോ അതുമില്ല. അതവിടെ ഇരുന്നോട്ടെ. കൊച്ചി ഇന്നലെ ഇട്ട കറിവേപ്പിലയാ. ഭാര്യ തിന്നെ എങ്ങനെയാ തിന്നുന്നതെന്ന് നോക്കട്ടെ. തിന്നാ അറിയാവോന്ന്. തിന്നെ ചിന്തു തിന്നെ. ചിന്തു വാരി തരട്ടെ. വട കൊടുത്തു. വലിയ വട കൊച്ചിണ്ടായിരുന്നു മേടിച്ചു കേട്ടോ. പിന്നെ ചെറുതായിരുന്നു വെച്ചിരുന്നേ. കൊച്ചു അതുപോലെ തന്നെ മേടിച്ചു വെച്ചു കേട്ടോ. എക്സ്പ്രഷനുകൾ അവനൊരു കുഞ്ഞു പപ്പടം എടുത്ത് ചോറിനകത്ത് കുത്തി ഇങ്ങനെ വെച്ച് അത് കണ്ട ഉടനെ അമ്മൂനോട് അതൊക്കെ എന്നിട്ട് അവനെ കോപ്പി അടിക്കുക. അതിന് കൊച്ചി ഇങ്ങനെ വെച്ച് വെക്കും. അച്ഛനെ ഒന്ന് കാണിച്ചേരെ. ഇല്ലത്തെയാണ് കൊച്ചുമകള് വന്ന സിന്ധുമ്മ പിന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് ഇറങ്ങാണ്ട് ഗ്യാപ്പില്ലല്ലേ. ചുമ്മാ അല്ലെങ്കിൽ ചുമ്മാ ഇരിപ്പല്ലേ. അത് തന്നെയല്ല അവർക്ക് ഇത് ഇഷ്ടമാണ്. ജാനിക്കട്ടി കൊടുക്കുമ്പോ ഒരു സാധനം ചോദിക്കും, സോസ് അതില്ല. ഇനി എന്ത് ചെയ്യും നമ്മൾ? ജാനിക്കോ പെട്ടു എന്നുള്ള അവസ്ഥയാവും. മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഷോ എന്ന് ചോദിക്കോ? അതെ. അപ്പൊ ഒരു ട്രിപ്പ് മൂത്ത് വന്നു. നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഇത് മൂത്തോ? കുറച്ചും അവിടെ വീണോ? ആര്? കല്യാണിയോ? നീയും വീണോ? ഒറ്റ കുട്ടയില്ല. എന്നതിനാ ഓടിയത്? പിന്നെ മര്യാദക്ക് വണ്ടി ഓടിക്കാഞ്ഞിട്ടല്ലേ വീണേ? ആണോ? എങ്ങനെ? അയ്യോ ദൈവമേ. മാതാമ്മ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിക്കുന്നൊന്നുമില്ലേ? ചെരുപ്പിട്ടോണ്ട് പോയില്ലേ? ഇത് ഞാൻ അവളുടെ ചെരുപ്പിട്ടേന് തന്നെ. ഇത് എൻ്റെ അമ്മയുടെ ചെരുപ്പാന്ന്. എങ്ങനെയുണ്ട് ഇവിടെ ആൾ വില്ലെത്തി? എൻ്റെ ചെരുപ്പ് മേടിച്ചോണ്ട് വാ. ആദ്യം പോയി എൻ്റെ ചെരുപ്പ് മേടിച്ചോണ്ട് വാ. നിൻ്റെ അമ്മ എൻ്റെ ചെരുപ്പ് ഇട്ടോണ്ട് പോയില്ലേ? എന്തിയാ ഇവിടെ കിടന്ന് എൻ്റെ ചെരുപ്പ്?
നിന്റെ അമ്മ എന്നതിനാ എൻ്റെ ഏർപ്പെടുത്തോണ്ട് പോയത്? എൻ്റെ പൊന്നെ വില്ലത്തി ചാട്ടമ്പി തരൂടെ ഉണ്ടോ? എന്നാ ഇനി എൻ്റെ കയ്യിൽ മുട്ടായി സൂത്രമൊക്കെ ഉണ്ട്, ഞാൻ ഇനി നിനക്കും തരികയല്ല കേട്ടോ. അതൊന്നും എനിക്ക് വേണ്ട. നീ എൻ്റെ കാല് തണുക്കുമല്ലോ, എനിക്ക് വേദന എടുക്കത്തില്ല. എന്നിട്ട് നീ മേടിച്ചോണ്ട് പോയില്ല അമ്മൂൻ്റെ ചെരുപ്പ്, മേടിച്ചോണ്ട് പോയില്ലേ? തണുക്കുന്നുണ്ട്, എനിക്ക് നല്ല കാല് തണുക്കുക, വേദന എടുക്കുക. തരാമോ അമ്മൂൻ്റെ ചെരുപ്പ്? ആണോ? അവള് നാളെ ലീവാണോ? ആണോ? 2 ദിവസമോ? ഉയ്യോ, എന്നിട്ട് നിങ്ങൾ പള്ളിപ്പെരുന്നാളിന് പോകുന്നുണ്ടോ? അവൾ ചേച്ചി പോയി കുളിക്കുകയൊക്കെ ചെയ്യണ്ട മോനെ, സന്ധ്യ ആയില്ലേ? ചേച്ചി പോയി കുളിക്കുകയൊക്കെ ചെയ്യട്ടെ കേട്ടോ. അവളെ വിട്ടാൻ കഴിയല്ല, അരിനോളും കയറി വന്നാൽ വിടിയല്ല, ജീവൻ പോയാ. ഇതെന്റെ പാപ്പ കൊണ്ടുവന്ന മുട്ടായി. നീ അമ്മൂന്റെ ചെരുപ്പ് ഞാൻ ഇട്ടപ്പോ മേടിച്ചോണ്ട് പോയില്ലേ? ഇവിടെ രണ്ടും കൂടെ തമ്മിത്തല്ലാണ് ഗൈസ്. ഒരു മുട്ടായി കണ്ടില്ലേ? മുട്ടായി കണ്ടില്ല? വൈറ്റിലോ? അയ്യോ, അത് അവിടെ സുധാമേടെന്നും പറയും. എന്റെ അമ്മൂന്റെ സാധനം എന്നിട്ടാ അച്ഛാ കമ്മിങ്, വരൂ വരൂ. പപ്പ ഇവിടെ പപ്പ ഇവിടെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാ പോയ. എന്താണ്ടൊക്കെ വിച്ചുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് ഡാഡി പറഞ്ഞു. ഈ കുഞ്ഞു ചെടിച്ചട്ടി കേട്ടോ, കുഞ്ഞു ചെടിച്ചട്ടിയാണേ. ചെറുതാക്കി എടുത്തു വെക്കണം. ചെറിയ ചെടിച്ചട്ടി ഇവിടെ കട്ട് ചെയ്തേക്കാം. എന്റെ കാശാണ്. ഓടിച്ച് തീരുമാനാക്കി. ഇവിടെ മതി കേട്ടോ. ഇച്ചിരി ചെരിഞ്ഞു പോയി കേട്ടോ. അതെ, അതെന്നാ ഒരു ഇട നിങ്ങൾ എടുത്തപ്പോ ആ മേളുവശം അതിൽ ഉടക്കിയായിരുന്നു. ഇപ്പൊ ഓക്കെ ആയി, കുഴപ്പമില്ല. ഇവിടെ ഇരുന്നാ മതി കേട്ടോ, ഇതാ രസം. കാട് കാരണം വീട് കണ്ടുകൂടാ കേസ്. കേട്ടില്ല കേട്ടോ. ഉണക്കല്ലേ? അപ്പൊ ആ ഉണക്കല പച്ചലയും പോകും. അതെ അതെ അതെ, കൊള്ളാം അല്ലേ? നോക്കിയത് അമ്മ അത്ര സംരക്ഷിച്ചിട്ടാണ് കേട്ടോ. പൊട്ടിക്കാൻ ഭയങ്കര പാടാ. ഇതിന്റെ തണ്ട് നമുക്ക് ഏത് ഇതിന്റെ അല്ലേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം അമ്മ പറഞ്ഞിട്ട് നമ്മള് കൊണ്ടുചെന്നില്ല, അതിന് നല്ല ആട്ട് കിട്ടി. പറഞ്ഞ ചെയ്ത അതും കുറ്റം. നിസാരല്ലേ, പറിച്ചോ. അമ്മ ചെരുപ്പിട്ടോ, അമ്മ ചെരുപ്പിട്ടോ. ഞാൻ അമ്മയുടെ ചെരുപ്പിട്ടുണ്ട് മേളിൽ പോയേക്കുന്നത്. എന്റെ ചെരുപ്പിട്ടേനെ അവൾ അമ്മനെ ആട്ടിക്കൊന്ന്. അവള് പറയത് എല്ലാ സാധനം മേടിച്ചു വെക്കും അവിടെ. സുധാമയൊക്കെ എന്തൊരു സാധനം എടുത്താണല്ലോ, സ്വീരം കൊടുക്കല്ലോ. അത് എന്റെ അമ്മൂന്റെ അവസാനം അമ്മ പറയുന്നത് നിന്റെ അമ്മൂന്റെ സാധനം എടുത്തിട്ട് പൊക്കോളാൻ പറയണം. കൊച്ചിന്റെ പണി അതാ. ഇവര് കണ്ണി നോക്കി അടിയാണ്, കീരിമാമ്പുകളാ. അപ്പൊ അമ്മ അത് ഫുള്ളൊന്ന് ഒരുക്കട്ടെ നിന്ന്. ഞങ്ങളുടേത് ആ സൈഡില് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ.
ആ അപ്പുറത്തെ മണ്ണിലിറക്കി വെച്ചു. ആ 2 കറ്റാർവാഴപ്പൂട് അത്യാവശ്യം നല്ലതായിട്ട് നിൽക്കുന്നു. കറ്റാർവാഴപ്പൂടെ നാളെ ചേച്ചി കടയിൽ കൊണ്ട് കൊടുക്കും. നമ്മുടെ കസിൻ ഉണ്ട് കേട്ടോ, ചേച്ചിയുടെ വീട്ടിൽ കുറെ ഉണ്ട്. അപ്പൊ ചേച്ചി അത് പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പപ്പയുടെ കടയിൽ കൊണ്ട് കൊടുക്കും. നീ എനിക്ക് അന്നേരം തന്നില്ല, എന്നിട്ട് ഇപ്പൊ ഈ ചെരുപ്പ് നിർബന്ധിച്ചു തരും. എന്തിനാന്ന് വെച്ചാൽ കത്രയെ കഴിക്കും. നിന്റെ കുട്ടിയല്ലേ, ഉമ്മയും വേണ്ട എനിക്ക്, ഉമ്മയും വേണ്ട. അങ്ങനെ പറയല്ലോ എന്ന് പറ. എനിക്ക് നല്ല കല്യാണി നല്ല കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മരും. കല്യാണി ഞങ്ങളോട് വന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയില്. എടാ അത് ആരാടാ ഈ കയ്യൂഞ്ഞ് ഒടിച്ചു കളഞ്ഞത്? ആരാടാ പൊന്നു അത് ഒടിച്ചു കളഞ്ഞത്? കൊച്ചിവിടെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കുമെങ്കിലും ചെയ്തേനെ. അമ്മ ഇവിടെ കയ്യൂഞ്ഞൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് പിടിക്കും ഇടുക്കിയിലെ തണുപ്പിന്റെ ഒക്കെ. നമ്മളവിടെ പിടിക്കാൻ ഭയങ്കര പാടാട്ടോ. അമ്പലത്തിനവിടെ അവിടെ വെള്ളം വീഴുന്നിടത്ത് പിടിക്കുമേ. നമ്മളവിടെ എപ്പോഴും വെള്ളം വീഴുന്നില്ലല്ലോ. എന്റെ മോളെ കണ്ടോ? എന്റെ മോള് എന്റെ അമ്മയാന്ന് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങള് പോയപ്പോ വിരിഞ്ഞതാ അല്ല, ഇത്രയും ദിവസമായിട്ടും പോയില്ലല്ലോ. ആണോ? അപ്പൊ മറ്റേത് പോയായിരുന്നോ? ദേവനാമ തന്നെയാ കണ്ടോ, ബാംഗ്ലൂരിന്ന് ഉണ്ടോ? നല്ല പോയി ചൂനേനെ പോലെ രസമല്ലേ? നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്? നല്ല രസല്ലേ? ഒരു വെറൈറ്റി. ഇത് ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട്, വൈറ്റ് വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. അപ്പാപ്പി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പാപ്പി വർത്താനമൊക്കെ പണ്ട് കയറിപ്പോയി. നമ്മുടെ ഇവിടെ വയറിങ് എല്ലാം ചെയ്ത അപ്പാപ്പി അല്ലേ, പപ്പാടെ അനിയൻ, അതായത് വിജയം പപ്പാടെ അനിയൻ ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ മറ്റേ ഇതൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോളിഫ്ലവർ ബജ്ജി കഴിച്ചു കേട്ടോ. സൂപ്പർ സൂപ്പറാണ് ഇത്. അതിൻ്റെയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ കൈസ്. ഓരോന്ന് സോപ്പിട്ട് പണിയേപ്പിരാണ്. ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര റെസ്റ്റാട്ടോ. അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ഇതെന്തിനാ അങ്ങോട്ട് വിളിച്ചിരുന്നേ? ജായിങ്കോ നീ അറിഞ്ഞോ? ഞാൻ പെട്ടു. മോൻ സൈപ്പപ്പ ഉണ്ടാവും. സൈപ്പ മുമ്പ് ടാറ്റയായി കൊടുത്ത് അവളുടെ വിളി ഇവിടെ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് സൈപ്പപ്പ അങ്ങ് മേളിച്ചിട്ടുണ്ടാവും. പൊന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കാൻ എന്റെ കഷ്ടകാലത്തിന് പറഞ്ഞു പോയി. ഇപ്പൊ ഇവരുടെ അടി തീർത്തിട്ട് എനിക്ക് വെള്ളം ഒഴിക്കാൻ. ഇതെന്നെ കളറാ? ഇത് ബ്ലൂ 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 എന്ന് പറ. ഇതെന്നെ കളറാ? യെല്ലോ. ഇത് ഓറഞ്ച് അല്ല, ഇത് യെല്ലോ. ഇത് കണ്ടോ? ഇത് യെല്ലോ. ഇതേ നമ്മുടെ പൂവിന്റെ കളറ് കണ്ടോ? പൂവിന്റെ കളർ യെല്ലോ. അത് ഓറഞ്ച്, ഇത് ഓറഞ്ച്, ഇത് യെല്ലോ. അയ്യോ ഭയങ്കര തണുപ്പാ. അതെല്ലാം 2-3 ദിവസം കൊണ്ട് ഉണങ്ങി കണ്ടോ ആ തുളസിയൊക്കെ. ഇതിനോട് ഇച്ചിരി ഒഴിച്ചോടി. ആ ചെടി കൂടിനകത്ത് അതൊക്കെ ഒഴിച്ചോ? അല്ല അതാ പറഞ്ഞ ഇത്ര സമയം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞെന്ന് തോന്നുക. ഇവിടെ കറ്റാർവാഴ ഇച്ചിരി ഇതുകൊണ്ട് അതിനൊന്നും ഒഴിച്ചേക്കണം. എന്നാടി ചൂനെ തരുന്നേ എങ്ങനെയുണ്ട്? ഒരു കൂസറില്ല കേട്ടോ. ഇവിടെ വില്ലത്തി എന്നാന്നറിയോ, മറ്റേ ആ സാധനത്തിലൊക്കെ തന്നെ വലിഞ്ഞു കയറുന്ന കണ്ടപ്പോഴേ സാധാരണ പിള്ളേർക്ക് പേടിയാ. ഇവിടെ 4 കാലം പറിച്ച് തന്നെ പോട്ട് മറിഞ്ഞടിച്ച് താഴോട്ട് വീണിട്ട്. ഇപ്പൊ നിന്നെ തപ്പിട്ട് കണ്ടില്ല. അന്നേരം അമ്മൂച്ചേ എവിടെയാ അമ്മൂച്ചേ? വേറെ അറിയൂ അമ്മൂ, വേറെ അറിയൂ അമ്മൂ. പോന്നു അപ്പനും മോളൂടെ.
ആ പൊടിയാകും. അവിടെ തന്നെ ഇട്ടോ? അപ്പൊ പൊടിയാകത്തില്ല. അലിച്ച് നീക്കിട്ടാ മതിയായിരുന്നു. അയ്യോ എന്നാ കോപ്രായം കാണിക്കാനും ഉണ്ടോ? ഉണ്ടോ? ഇതിനെ വല്ല സർക്കസ് കൂടാരത്തിലും കൊണ്ടുവിടാ. ഉണ്ടോ? ചില്ലറ വെള്ളച്ചിലാണ് ഉള്ളതെന്ന് കണ്ടോ? ഓ എന്താ പൊന്നെ. അതെ നമുക്ക് വേറെ സാധനങ്ങളാണ്. അയ്യോ എൻ്റെ അമ്മ, പപ്പുനും മകൾക്കും വിമാനം പറത്തല പരിപാടി. 2 പൈലറ്റുമാര്. അയ്യോ കൊച്ചിന്റെ വയറിട്ടാണ് ഇടിച്ചേച്ചു. ആണോ? ഓ പപ്പുന്റെ തലമുടി ഇരി കൊടുക്കാൻ. ഇതന്നെ അയ്യോ എന്റെ കണ്ടോ ഉണ്ടോ ഉണ്ടോ ഇത് കണ്ടോ? അങ്കം കണ്ടോ? ചില്ലറ അങ്കമാണെന്നുണ്ടോ? വിളച്ചിട്ട് രാജാവാ ഇത് കേട്ടോ. അയ്യോ പാവം, അതിന് വയ്യടി. ഉണ്ടോ ഉണ്ടോ? വിളച്ചിന് ചില്ലറ വിളച്ചിനാണെന്നുണ്ടോ? എൻ്റെ അമ്മയെ മതി. ഇവക്കെ അങ്ങനെയെങ്കിലുള്ള സാധാരണ കളികളൊന്നും പേടിയില്ല. ശരിയാ കേട്ട. പാപ്പും മാളും ഇവിടെ ചട്ടമ്പി തരാണ് ഗൈസ്. കഷ്ടോ. പാപ്പു പണി കഴിഞ്ഞു വന്നാ പാപ്പുന് കൂടെ കുറെ അടി ഉണ്ടാക്കി കാറി കൂവി എന്നാ ഭയങ്കര സ്നേഹമാണ്. പാപ്പുന്റെയും താടി എല്ലാം ഇട്ട് ഉറയ്ക്കൂലേ, അന്നേരം അതിന് അസ്വസ്ഥത. അന്നാ ഇഷ്ടമാണ് കേട്ടോ ചേട്ടായി. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴേ എന്നാട്ടോ പറഞ്ഞിട്ട് ഭയങ്കര കുസൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സെറ്റ് ചെയ്യുന്ന അങ്ങോട്ട് കിടന്നു അവിടെ ഇങ്ങോട്ട് കിടന്നു. അപ്പൊ എനിക്കൊരു പേടി, ഇത് മറിഞ്ഞ് വീഴുമോ ദൈവമേ. 3-4 ദിവസത്തേക്ക് വന്നിട്ട് വെല്ലം പറ്റുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തോടയടിച്ച് പൊട്ടിക്കും കേട്ടോ മര്യാദയ്ക്ക് എന്നുള്ളത്. ഉടനെ പാവല്ലേ ഷോറിയമ്മേ എന്നെ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അല്ലേ ചേട്ടായി? ഇതാണ് ഇവിടുത്തെ ഭയങ്കരമായ സമയം പോകുന്നത്. ഇന്നലെ ഒറ്റക്കുപ്പി പൗഡർ ഇട്ട് തന്നു. ഇന്നത്തെ കൂടെ വിളിയ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളു നിർത്തും. അല്ലെങ്കിലേ ഇതിങ്ങനെ തുറന്നോണ്ടിട്ട് എനിക്ക് വീഡിയോ എടുത്തിട്ട് ചെയ്യാം. അപ്പൊ പറഞ്ഞു ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാരും വീഡിയോ കാണണം. എല്ലാം എളുപ്പത്തിൽ പരിപാടി. ലൈക്ക് ചെയ്യണം തന്നെ. ലൈക്ക് ചെയ്യണം തന്നെ. പപ്പടി ചോട്ടല്ലേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് പൊട്ടിക്കണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും എന്ത് ദൈവമേ.